ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരാണു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് ആരോടും എടുത്ത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം മടി തന്നെയാണ്. എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, വീഡിയോസ് ഇടാനുള്ള മടി തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് പേഴ്സണലി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അപ്ഡേഷനൊന്നും കാണുന്നില്ലല്ലോ, ബോച്ചേറ്റി സെയിൽസ് നിർത്തിയ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ബോച്ചേറ്റി നിർത്തിയിട്ടൊന്നുമില്ല, ബോച്ചേറ്റി സെയിൽസൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് മൊത്തം കൊട്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പാക്കിങ്ങിൻ്റെത് കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെ അപ്ഡേഷൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കയറ്റി കഴിയുമ്പോൾ സമയം ഒരുപാടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് തന്നെ കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനായിട്ട്, ബോച്ചേറ്റി ഞാൻ കൊടുക്കുന്നത് 40 രൂപയ്ക്കല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. തുടക്കത്തിലൊക്കെ ഞാൻ 40 രൂപയ്ക്ക് തന്നെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ വീഡിയോസിന് വേണ്ടി മാത്രം, പിന്നെ വീഡിയോ ഒന്ന് റീച്ചാകാൻ വേണ്ടി മാത്രം 40 രൂപയ്ക്ക് ചെയ്താണ്. എനിക്ക് 40 രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അത് ഞാൻ 40 രൂപയ്ക്കല്ല സെയിൽ ചെയ്യുന്നത്, മറ്റ് പ്രോഡക്റ്റോട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബോച്ചേറ്റി വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോച്ചേറ്റിയിലൂടെ 10 ലക്ഷം രൂപ മാത്രമല്ല, കാറ് കൊടുക്കുന്നുണ്ട്, മൊബൈൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധി സമ്മാനങ്ങളിലേക്കാണ് ബോച്ചേറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ജനങ്ങളിലേക്കും. പിന്നെ ബോച്ചയുടെ അപ്ഡേഷൻ ഭയങ്കര ട്വിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് പോലെയാണ് ഒരു ബോച്ചേറ്റി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഒരുപാട് ആൾക്കാരുടെ കണ്ണീര് ഒപ്പാൻ ഒരു കാരണമായ ഒരു പ്രോഡക്റ്റാണ് ബോച്ചേറ്റി എന്നത്. അത് പിന്നെ ബോച്ചെ ഇങ്ങനൊരു സംവിധാനം കണ്ടുപിടിച്ചതാണ് മനുഷ്യർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അദ്ദേഹം ഇപ്പോൾ ബോച്ചേറ്റി ചെയ്യുന്ന സെയിൽസിൻ്റെ ഒക്കെ ഒരു ഇത് വയനാട്ടുകാർക്ക്, വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മളും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം എല്ലാവരും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബോച്ചേറ്റി വാങ്ങിക്കുന്നവരോട് പറയാനുള്ളത്, 40 രൂപയ്ക്കല്ല കൊടുക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടി എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടവർക്കും എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചവർക്കും അറിയാം, തുടക്കത്തിൽ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റിലെ ഫ്രാഞ്ചൈസി ഇട്ട ടൈമിന് തന്നെ, ആ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് മുന്നേ ഷോപ്പിൽ ബോച്ചേറ്റിയുടെ ഒരു പരസ്യം വന്നപ്പോൾ തൊട്ടേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബോച്ചേറ്റി സെയിൽസ് തുടങ്ങിയത് ഞാനാണ്. അപ്പോൾ ഒട്ടുമിക്ക അനവധി ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് പിന്നെ പ്രോഡക്റ്റ് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എല്ലാവരുടെയും വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും, കഴിയുന്നത് സ്റ്റാറ്റസ് ഇട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, എന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല, മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതാണ്. ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം എനിക്ക് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ കോൾ ചെയ്യുന്നത് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാം. മാക്സിമം ഞാനിപ്പോൾ എല്ലാവർക്കും നേരത്തെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ 1-2 ദിവസം ഡിലേ ആയിട്ട് വരുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. മാക്സിമം നേരത്തെ ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് ഡെലിവറി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാക്കിങ്ങിൻ്റെ ഇപ്പോൾ ഇന്ന് ഓർഡർ എടുക്കുന്നത് ഇന്ന് തന്നെ അയക്കത്തില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഓർഡർ പാക്കിങ്ങിൻ്റെ എല്ലാം എഴുതി വെക്കണം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം എഴുതി വെച്ച് പാക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞാണ് നമ്മളിവിടുന്ന് അയക്കുന്നത്. അപ്പം
പെട്ടെന്ന് അയക്കാൻ ഇപ്പം ഓർഡർ ചെയ്ത ഉടനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് അയക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് അയക്കുന്നവർക്ക്, ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെ അത് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ എവിടെയൊക്കെ ഡെലിവറി ഉണ്ടെന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾ എവിടെയാണോ അവിടെ എന്തായാലും ഡെലിവറി ഉണ്ട്. ഇനി ഗൾഫിലാണെങ്കിലും ഗൾഫിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഗൾഫിൽ കൊടുത്തിട്ടുണ്ട്. അത് നാട്ടിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഗൾഫുകാരൻ എന്നോട് പറയുന്ന ടിക്കറ്റിൻ്റെ ഫോട്ടോ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. റിസ്ക് എടുത്ത് ചെയ്യാനായിട്ട് താല്പര്യമില്ല, എന്നാലും നിർബന്ധമാണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, പിന്നെ ചില വിരലിൽ എണ്ണാവുന്ന കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. ഇതിനകത്തൊരു ടിക്കറ്റാണുള്ളത്. ഇതിനകത്ത് ടിക്കറ്റിലെ കൂപ്പണിൽ 10 ലക്ഷം രൂപയാണ് നറുക്കെടുപ്പ്. എന്നും ഡെയിലി ഒരാൾക്ക് 10 ലക്ഷം രൂപ ഉണ്ട്, അത് മസ്റ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് 17-ാം തീയതിയാണ്, ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. ഇന്നത്തെ പത്രത്തിൽ ബോച്ച എത്ര പേർക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഫോട്ടോസ് നമ്മുടെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എല്ലാവരും ആ പത്രം ഒന്ന് നോക്കി കാണുക. പിന്നെ അതേപോലെ തന്നെ ഇന്ന് വേറെ എവിടെയാണ്ട് ഫ്രാഞ്ചൈസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അനവധി സമ്മാനങ്ങളുണ്ട്. പിന്നെ 25 കോടിയിലേക്കുള്ള ലക്ഷ്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. മാക്സിമം ഈ വാങ്ങിക്കുന്ന ടിക്കറ്റ് എല്ലാവരും കയ്യിൽ തന്നെ വെക്കുക. അടുത്ത ടിസ്റ്റ് എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഈ ഉപയോഗശൂന്യമായ 10 ലക്ഷം കിട്ടിയവരാരും വെക്കുകയൊന്നും വേണ്ട. ഒന്നും കിട്ടാത്തവരുണ്ടല്ലോ, ഒന്നും കിട്ടാത്തവർ ഈ ടിക്കറ്റൊന്ന് കയ്യിലൊന്നും സൂക്ഷിച്ച് വെച്ചേക്കുക. അടുത്ത ടിസ്റ്റ് എന്താണ് വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അപ്ഡേഷനൊന്നും അറിയത്തൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റൊക്കെ ഒന്ന് നമുക്ക് കാണാം. എന്തോരം ബോച്ചെറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. കാണുക മാത്രമല്ല, മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബോച്ചേറ്റിയുടെ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്, അതിൻ്റെ ഡിലേ വരുന്നുണ്ട്, അപ്പം ഡൗൺ ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെയും പറയുന്നത്, 40 രൂപയ്ക്ക് ഞാൻ ബോച്ചേറ്റി കൊടുക്കുന്നില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർ മാത്രം ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് പൈസ പേയ്മെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അയക്കുക. അഡ്രസ്സ് അയക്കുമ്പോഴത്തേക്ക് കുറച്ച് പേര് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് വേറെ, അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ നമ്പർ, ചിലപ്പോൾ ഫോൺ നമ്പർ തെറ്റിച്ചായിരിക്കും തരുന്നത്. അവരോടൊക്കെ പറയാനുള്ളത്, നമുക്ക് ഈ കൊറിയർ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടാത്ത നമ്പറാണെങ്കിൽ പ്രോഡക്റ്റ് റിട്ടേൺ വരും. റിട്ടേൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഡെലിവറി ചാർജ് കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടും നിങ്ങൾക്കത് അങ്ങോട്ട് അയച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. പിൻകോഡ് മറക്കാതെ മസ്റ്റായിട്ട് പിൻകോഡ് വെക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അയക്കുമ്പോഴത്തേക്ക് അഡ്രസ്സ് നമ്മൾ അയക്കുമ്പോൾ ഫുള്ളായിട്ട് കറക്റ്റ് അഡ്രസ്സ് അയക്കുക. ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് പിന്നെ ഒന്നിച്ചയക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫോൺ എടുക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം നമ്മുടെ ബോച്ചേറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബോച്ചേറ്റി കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബോച്ചേറ്റി തട്ടിയിടാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ബോച്ചേറ്റികളുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് നോക്കൂ. എല്ലാം കൂടെ ഒന്ന് തട്ടിയിടാനൊന്നും വൈകി കേട്ടോ. ഒരുപാട് ബോച്ചേറ്റിയുണ്ട്. പിന്നെ എനിക്കെന്നെ പണിയാണ്. അപ്പോൾ ബോച്ചേറ്റി നിരന്ന് കിടക്കുന്നുണ്ടോ? അപ്പോൾ ബോച്ചേറ്റിയാണ് ഈ കിടക്കുന്നത്. മൊത്തം കിടക്കുന്നതും ബോച്ചേറ്റി.
അപ്പോൾ പോച്ചേറ്റയാണ് ഈ നിരന്ന് കിടക്കുന്ന ഫുള്ളും പോച്ചേറ്റയാണ്, കാണാമല്ലോ. അപ്പോൾ ഒരുപാട് പോച്ചേറ്റയുണ്ട്. അപ്പോൾ ഇനി പറ ഇത് ഫുള്ള് പോച്ചറ്റിയായി നിരത്തിയിട്ടേക്കുന്നത്. 1000-ന് മേളിൽ പീസ് ഈ താഴെ കിടക്കുന്നത് തന്നെയുണ്ട്. കവറിനകത്ത് ആ സഞ്ചിക്കകത്ത് കുറേ 100-500 പീസ് എല്ലാം കൂടെ നിരത്തിയിട്ടുണ്ടല്ലോ. അതിന് മാത്രം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊഡക്റ്റൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റ് പ്രോഡക്റ്റോട് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൂടിയാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പോച്ചേറ്റി കൊടുത്താണ്.